അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. പരിശുദ്ധവും പരിപാവനവുമായ ഇസ്ലാമിക ചരിത്രങ്ങളിൽ നാം മൺമറഞ്ഞു പോയ, അല്ലെങ്കിൽ നാം മറന്നുപോയ, നാം അറിഞ്ഞിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ചില സംഭവങ്ങളെ കോർത്തിണക്കിയിട്ടാണ് ബദറിൻ തീരം ചരിത്ര കഥകൾ എന്ന ഈ മജ്ലിസിലൂടെ, ഈ വേദിയിലൂടെ നമ്മൾ പറയുന്നത്. ഇസ്ലാമിക ചരിത്രങ്ങൾ കഥാരൂപത്തിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കേൾക്കണ്ടേ? ഇന്ന് നമ്മൾ പറയുന്നത് മദീനയിലെ തോട്ടങ്ങളുടെ കഥയാണ്. പ്രധാനപ്പെട്ടൊരു തോട്ടമാണ് ബൈറുഹ എന്ന് പറയുന്ന തോട്ടം. കേൾക്കണ്ടേ കഥ? ആ ബൈറുഹ തോട്ടത്തിന് എന്താണ് നമുക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവിയുടെ ചാരത്താണ് ബൈറുഹ തോട്ടം. ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ആണ്. അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ തോട്ടത്തിൽ നിന്ന് ഒരുപാട് സമ്പത്ത് വല്ലാണ്ട് അധികമായി കിട്ടുന്നൊരു തോട്ടമാണ്. നല്ല വിളവെടുപ്പുള്ള സമയത്ത് നല്ല ഈത്തപ്പഴങ്ങൾ, വിലപിടിപ്പുള്ള ഈത്തപ്പഴങ്ങൾ കിട്ടും. അൽഹംദുലില്ലാ. അങ്ങനെ മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ആ തോട്ടത്തിൽ ഉളൂ ചെയ്ത് നമസ്കരിച്ചുകൊണ്ടെന്ന് കൈ കെട്ടിയപ്പോൾ ഒരു സുന്ദരമായ ഒരു പക്ഷി, നല്ല മനോഹരമായ ഒരു പക്ഷി നമ്മൾ നമസ്കരിക്കുന്നതിന്റെ നേരെ ഫ്രണ്ടിൽ വന്നു. അപ്പോൾ മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പക്ഷിയെ ഒന്ന് നോക്കി. അപ്പോൾ അതിൻ്റെ ഭംഗിയും മനോഹാരിതയും കണ്ട് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലാണെന്നുള്ള ചിന്ത പോയി. അതിൻ്റെ ഇങ്ങനെ കൊത്തുന്നതും അതിങ്ങനെ കുത്തിക്കളിക്കും നടക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കണ്ടു. ഒരല്പസമയം പോയപ്പോഴാണ് നമസ്കാരത്തിലാണല്ലോ എന്നുള്ള ചിന്ത വന്നത്. ഉടൻ തന്നെ അബൂ ത്വൽഹ റളിയല്ലാഹു തആല എന്തെന്നറിയോ? വേഗം നമസ്കാരം എത്ര റക്അത്താണ് നമസ്കരിച്ചത് എന്ന് മനസ്സിലായില്ല. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു എന്തെന്നറിയോ? വേഗം നമസ്കാരം പൂർത്തിയാക്കി. ഇലാ ഹളറത്തി റസൂലില്ലാ, നബി തങ്ങളുടെ ഹളറത്തിലേക്ക് ഓടി വന്നിട്ട് പറയുന്നതാണ്, നബിയേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ നമസ്കാരത്തിൽ നിന്ന് എൻ്റെ ശ്രദ്ധയെ തെറ്റിച്ചത് ഈ തോട്ടമാണ്. ഈ തോട്ടം ഉള്ളതുകൊണ്ടല്ലേ പക്ഷി അവിടെ വന്നത്. ഇനി ആ തോട്ടം എനിക്ക് വേണ്ട. ഇൻഷാ അല്ലാഹ് നബിയെ, ഒന്നുകിൽ ഇത് ദീനിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങ് പറയുന്ന ആർക്കെങ്കിലും ഈ തോട്ടം ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. എനിക്ക് ഈ തോട്ടം വേണ്ട നബിയെ. നാളെ റബ്ബിൻ്റെ മുന്നിൽ എനിക്ക് സമാധാനം പറയാൻ ഞാനില്ല. എൻ്റെ നമസ്കാരത്തിൻ്റെ ശ്രദ്ധയെ തെറ്റിച്ച് കളഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എൻ്റെ വരുമാന മാർഗത്തിൽ ഏറ്റവും ഒന്നാമത് സ്ഥാനം കിട്ടുന്ന ഈ തോട്ടം ഞാനിതാ ഇസ്ലാമിന് വേണ്ടി കൊടുക്കുകയാണ്, ദീനിന് വേണ്ടി കൊടുക്കുകയാണെന്ന് പറഞ്ഞ് മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന് ആ തോട്ടം കൈമാറിയെന്നാണ്. ആ തോട്ടമാണ് മുത്തനബി തങ്ങൾക്ക് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന, ഇവതങ്ങൾ ചില സമയങ്ങൾ അവിടെ വന്നിരിക്കാറുണ്ടായിരുന്ന ബൈറുഹ തോട്ടം എന്ന ചരിത്രത്തിൽ കാണാം. അന്ന് പ്രധാനപ്പെട്ട മറ്റൊരു തോട്ടം കൂടിയുണ്ട്, അതാണ് മസ്റഅത്തു സൽമാൻ. ആ തോട്ടത്തിന്റെ കഥ കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ കഥ നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മസ്റഅത്തു സൽമാൻ റളിയല്ലാഹു അൻഹു തോട്ടം. ആരാണ് സൽമാൻ ഫാരിസി? പേർഷ്യക്കാരനാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ പ്രവാചകനെ കാണണം, മദീനയിൽ വരാനുണ്ട് എന്ന് മുൻഗാമികളായ വേദജ്ഞാന്മാർ പറഞ്ഞത് കേട്ട് സൽമാൻ ഫാരിസി തങ്ങൾ എന്ത് ചെയ്തു? മദീനയിൽ എത്തിപ്പെട്ടു. മദീനത്ത് ഇവിടെ നബിതങ്ങൾ മദീന വന്നിട്ടില്ല. അങ്ങനെ അന്ന് ഒരു ജൂതന്റെ ഈത്തപ്പഴ തോട്ടത്തിൽ വെള്ളം നനയ്ക്കുക, ഈത്തപ്പഴത്തിന് കൃഷി ചെയ്യുക, ഈത്തപ്പഴത്തിന് വേണ്ടി പരിചാരം നടത്തുക, ആ രീതിയിലുള്ള കൃഷിയുമായി ബന്ധപ്പെട്ടൊരു യജമാനനാണ്, ഒരു ജൂതനായ യജമാനനാണ് സൽമാൻ തങ്ങളെ വാങ്ങിയത്. അങ്ങനെ സൽമാൻ ഫാരിസി തങ്ങൾ ഒരു ദിവസം ഈത്തപ്പഴ മരത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് ഈത്തപ്പഴം പറിച്ചുകൊണ്ടിരുന്നപ്പോൾ വഴിയിലൂടെ രണ്ട് ചെറുപ്പക്കാർ നടന്നു പോവാണ്. ആ ചെറുപ്പക്കാർ പറഞ്ഞു, മദീനയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്. മുഖം 14-ാം രാവിലെ പൂർണ്ണചന്ദ്രന്റെ പ്രോജ്വല പ്രഭയാണ്. ഒരിക്കലും ആരെയും വേദനിപ്പിച്ചിട്ടില്ല, വേദനിപ്പിക്കാൻ അറിയില്ല, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, എല്ലാവരെയും ചേർത്തു പിടിക്കുന്ന വല്ലാത്തൊരു സ്വഭാവ ഗുണമുള്ള ഒരാളാണ് മുഹമ്മദ് എന്ന പ്രവാചകൻ എന്നിങ്ങനെ രണ്ടുപേര് അവര് മുകളിൽ നിൽക്കുന്ന ആളെ കണ്ടില്ല. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയപ്പോ സൽമാൻ ഫാരിസി തങ്ങൾ ആ ഉയരമുള്ള ഈത്തപ്പഴ മരത്തിൽ നിന്ന് താഴേക്ക് ചാടിയെന്നാണ്. നേരെ താഴേക്ക് ചാടി നബിതങ്ങൾ എവിടെയാണെന്നറിയാം ഓടുന്ന വഴിയിൽ മനസ്സിൽ ചിന്തിച്ചു, മുൻഗാമികൾ പറഞ്ഞു ഒരു പ്രവാചകൻ വരാനുണ്ട്, ആ പ്രവാചകൻ 3 കാര്യങ്ങൾ ഉറപ്പിച്ചാൽ അത് പ്രവാചകനാണെന്ന് ഉറപ്പിക്കാം. എന്തൊക്കെയാണ്? 1, ആ പ്രവാചകൻ സ്വതക്കയുടെ മുതൽ കഴിക്കൂല. 2, ഹദിയ കഴിക്കും, മറ്റുള്ളവർക്ക് വിതരണം ചെയ്യും. 3, 2 തോളിന്റെ ഇടയിൽ മുഹമ്മദ് റസൂലുള്ളാഹി എന്നൊരു സീലടിച്ചിട്ടുണ്ട്. ഈ 3 അടയാളങ്ങൾ കണ്ടാൽ അത് പ്രവാചകനാണെന്ന് ഉറപ്പിക്കാം. സൽമാൻ ഫാരിസി തങ്ങൾ എന്തെന്നറിയോ? ഒരു ദിവസം നേരെ പ്രവാചകനെ കണ്ടു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തെളിയിക്കണമല്ലോ. അപ്പം എന്ത് ചെയ്തു? നേരെ തോട്ടത്തിൽ വന്നു, കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ട് ഒരു പൊതിയിലാക്കി, പാത്രത്തിലാക്കി. ഇവിടെ നബി തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് പറയും, നബിയെ, ഇതെന്റെ സ്വതക്കയാണ്. നബി തങ്ങളത് വാങ്ങി, പക്ഷെ കഴിച്ചില്ല.
കഴിച്ചില്ല, സ്വഹാബത്തിന് കൊടുത്തു. കുറേ ദിവസം കഴിഞ്ഞ് രണ്ടാമതൊരു ദിവസം കുറച്ച് ഈത്തപ്പഴവുമായി കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ ഇതെന്റെ ഹദിയയാണ്. അള്ളാഹുവിന്റെ റസൂൽ അതിൽ നിന്നൊരു അല്പം എടുത്ത് കഴിച്ചു. ഈത്തപ്പഴം കുറച്ചെടുത്ത് കഴിച്ചു. എന്നിട്ട് മുമ്പിലിരിക്കുന്ന സ്വഹാബത്തിന് എല്ലാവരും വിതരണം ചെയ്തു. അപ്പോൾ സൽമാൻ ഫാരിസി തങ്ങൾക്ക് ഉറപ്പായി 2 കാര്യങ്ങളിൽ മാർക്ക് കിട്ടും, പാസ്സായി. ഇനി ഒരു ടെസ്റ്റും കൂടിയുണ്ട്. പ്രവാചകനാണെന്ന് അറിയണമല്ലോ. അള്ളാഹിന്റെ റസൂൽ എല്ലാവരും നിബിതങ്ങളെ മുന്നിലാണ് നിൽക്കണം. നിബിതങ്ങളെ കാണാൻ എല്ലാവരും മുമ്പിൽ വന്നിരിക്കും. പക്ഷെ സൽമാൻ ഫാരിസി തങ്ങൾ മാത്രം നിബിതങ്ങളെ പുറകിലാണ് നിൽക്കണം. എന്തിനാണെന്നറിയോ? എപ്പോഴെങ്കിലും കമീസ് ഒന്ന് ഉയർന്നാൽ, ആ തോളിൽ കിടക്കുന്ന തട്ടമൊന്ന് മാറിയാൽ നിബിതങ്ങളുടെ മുതുകിലുള്ള സീല് കാണാൻ വേണ്ടി നിബിതങ്ങളുടെ പുറകിലാണ് എപ്പോഴും സൽമാൻ ഫാരിസി വന്ന് നിൽക്കുക റളിയല്ലാഹു അൻഹു. ഒരു ദിവസം നിബിതങ്ങൾ എന്തോ എടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോ, എന്തോ നിബിതങ്ങളുടെ ചില സന്ദർഭത്തിൽ തോളിൽ കിടന്ന തട്ടം, ഷോള് നിലത്തേക്ക് വീണു. ആ സമയത്ത് നിബിതങ്ങനെ കുനിഞ്ഞെടുക്കുമ്പോ സൽമാൻ ഫാരിസി തങ്ങൾ പുറകിലുണ്ട്, സീല് കണ്ടു. ഉടൻ തന്നെ ഓടി വന്ന് സൽമാൻ ഫാരിസി തങ്ങൾ കെട്ടിപ്പിടിച്ച് നിബിതങ്ങൾക്ക് സലാം പറഞ്ഞ് നിബിതങ്ങളോട് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ്. അന്ന് മുതൽ മുത്തുനിബിതങ്ങളോടൊപ്പം മഹാനായ സൽമാൻ ഫാരിസി തങ്ങളുണ്ട്. കിട്ടുന്ന സമയം മുഴുവൻ എന്ത് ചെയ്യും? ഓടി വരും. ആ സമയത്ത് സൽമാൻ ഫാരിസി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പരാതി പറഞ്ഞു, നബിയെ, ഞാനൊരു തോട്ടത്തിലെ ജോലിക്കാരനാണ്. എനിക്ക് നിബിതങ്ങളോട് അധിക സമയം ഇരിക്കാൻ ആഗ്രഹമുണ്ട്, ഇൽമ പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഖുർആൻ പഠിക്കാൻ ആഗ്രഹമുണ്ട്, കഴിയണില്ല, സമയം കിട്ടണില്ല. ഉടൻ തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെന്നറിയോ? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് തീരുമാനിച്ചു, ഈ സൽമാൻ ഫാരിസി തങ്ങളെ മോചിപ്പിക്കണം. നേരെ യജമാനനായ ജൂതന്റെ അടുത്തേക്ക് ചെന്നു. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തോട് ചെന്നിട്ട് ചോദിച്ചു, ഈ അടിമയെ കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. എന്ത് വേണം? കൊടുക്കൂല. കാരണം എന്തേ? ഈത്തപ്പഴ മരം ഞാൻ നടാൻ പോവാണ്, ഈത്തപ്പഴ കുരു നടാൻ പോവാണ്. ഈ അടിമയെ കണ്ടിട്ടാണ് ഞാൻ ആ വിത്ത് വാങ്ങിയത്, ഈത്തപ്പഴ കുരു വാങ്ങിയത്. ഈ ഈത്തപ്പഴം നട്ട് മുളച്ച് കായ് വന്ന് അതിന്റെ വിളവെടുത്താൽ ഞാൻ മോചിപ്പിക്കാന്ന് പറഞ്ഞു. ആ സമയം വരെ ഞാൻ തരൂലെന്ന് പറഞ്ഞു. ഇവിടെ ജൂതൻ തിരിച്ചുപോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറെ, സൽമാൻ ഫാരിസി തങ്ങൾ ഉമർ തങ്ങൾ നിൽക്കാണ്, രണ്ടുപേരും പോയി ഈത്തപ്പഴ കുരു കൊണ്ടുവരാൻ പറഞ്ഞു. സൽമാൻ ഫാരിസി തങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഈത്തപ്പഴ കുരു കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തോട് പറഞ്ഞു, കുഴിയെടുക്കാൻ പറഞ്ഞു, ഈത്തപ്പഴം നടാൻ. ഈത്തപ്പഴ കുരു നടാൻ സ്വഹാബത്തോടി നടന്ന് കുഴിയെടുക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു ഓരോ കുഴിയിലും കൊണ്ടിരുന്ന ഈത്തപ്പഴം ആ കുരു നടുകയാണ്. ഈത്തപ്പഴത്തിന്റെ വിത്തിൽ ഈത്തപ്പഴത്തിന്റെ കുരു നടുകയാണ്. ചരിത്രത്തിൽ കാണാം, മഹാനായ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ഈത്തപ്പഴ കുരു നട്ട് അത് മുളച്ച് അത് വലുതായി ഈത്തപ്പഴം പിടിച്ച് അത് പഴുത്ത് പാകമാകാൻ വർഷങ്ങളെടുക്കും. ഏകദേശം 7, 8, 5, 6, 7 വർഷം എടുക്കും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മുബാറക്കായ കൈകൊണ്ടാണ് നട്ടത്. ആ നട്ട ഈത്തപ്പഴ കുരു കുറഞ്ഞ ദിവസം കൊണ്ട് വലുതായി മുളയ്ക്കാൻ തുടങ്ങി. മുളച്ച് വലിയ കായ്കനികളുണ്ടായി. ഒരു ദിവസം അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് സൽമാൻ ഫാരിസി തങ്ങളും ഉമർ തങ്ങളും നിലവിളിച്ചുകൊണ്ട് വരികയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ നട്ട ഈത്തപ്പഴ കുരു, ആ കുരു വലുതായി മരമായി പഴമായി പാകമായി. ഈ വിവരം ജൂതൻ അറിഞ്ഞു. ജൂതൻ ഓടി വരികയാണ്. നോക്കുമ്പോ തോട്ടം നിറയെ ഈത്തപ്പഴം പഴുത്ത് പാകമായി കിടക്കുന്നു. കാര്യങ്ങൾ ചോദിച്ചു. സൽമാൻ ഫാരിസി തങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജൂതനായ മനുഷ്യൻ ഓടി ഇലാ ഹദറത്തി റസൂലില്ലാ, നബി തങ്ങളുടെ ഹദറത്തിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, എന്നോട് ക്ഷമിക്കണം, പൊറുക്കണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഇസ്ലാം മതം സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഇത് സൽമാൻ ഫാരിസി തങ്ങളുടെ കൃഷിയുടെ ചെയ്ത ഭൂമിയല്ലേ, ഇനി തൊട്ട് ഈ തോട്ടം എനിക്ക് വേണ്ട, ഇത് എൻ്റെ സൽമാന് ഞാൻ കൊടുക്കാണ്, ഇതെൻ്റെ സമ്മാനമായി, എൻ്റെ ഹദിയയായി, എൻ്റെ സൽമാന്റെ ഞാൻ ഹദിയ കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു എന്നാണ്. സ്വഹാബത്തിന് സന്തോഷമായി എന്നാണ്. അതുകൊണ്ടാണ് ആ തോട്ടത്തിന് മസ്റഅത്തു സൽമാൻ, സൽമാൻ റളിയല്ലാഹുവിന്റെ തോട്ടം എന്ന് പേര് വന്നത് എന്ന് കാണാം. അൽഹംദുലില്ലാഹ്, അള്ളാഹു ആ തോട്ടങ്ങളൊക്കെ പോയി കാണാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. മദീനയിലെ തോട്ടങ്ങൾ പോയി കാണാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അവിടെയൊക്കെ നബി തങ്ങളുടെ പാദം കാല് കൊണ്ട സ്ഥലമല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു കഥയുമായി, പുതിയൊരു സംഭവമായി, പുതിയൊരു കഥയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും ഇതുപോലെ കുറഞ്ഞ സമയത്ത് നല്ല നല്ല ചരിത്രങ്ങൾക്കായി, സംഭവങ്ങൾക്കായി ഈ ബദറിൻ തീരം ചരിത്ര കഥകൾ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, നമ്മുടെ മക്കൾക്കൊക്കെ ഈ കഥകളൊക്കെ കേൾപ്പിച്ചു കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി, പുതിയൊരു കഥയുമായി വീണ്ടും കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.